മാർക്കറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ എങ്കിൽ ഇന്നത്തെ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നമുക്ക് പഠിക്കാം എന്താണ് ട്രേഡിംഗ് മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ട്രേഡിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് 2 വീഡിയോസ് ഇട്ടു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡേ 3 ആണ്. അപ്പം മുമ്പത്തെ വീഡിയോ കാണാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലോട്ട് വരിക. എല്ലാവരും ഒരു നോട്ട്ബുക്കും കൂടെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ് അത് എഴുതിയും കൂടെ വെക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ട്രേഡിംഗ് മാർക്കറ്റ് നമുക്കിതൊരു എക്സാമ്പിളിലൂടെ തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ ആവശ്യമുണ്ടല്ലേ? അതായത് നമ്മുടെ വീട്ടിലേക്ക് പല പല സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയിട്ട് ആ സാധനം വാങ്ങിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പച്ചക്കറി വെജിറ്റബിൾസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വെജിറ്റബിൾ മാർക്കറ്റിൽ പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റോ ഫിഷോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോകും. ഈ സെയിം സാധനം തന്നെയാണ് ട്രേഡിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള, ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്നത് എന്താണ്? അസറ്റുകളാണ് ട്രേഡ് ചെയ്യുന്നത്. ഇഷ്ടം പോലെ പല പല ടൈപ്പ് ഓഫ് അസറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന അസറ്റ് എന്താണോ അത് കിട്ടുന്ന സ്ഥലത്തെയാണ് നമ്മൾ ട്രേഡിംഗ് മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ ട്രേഡിംഗ് മാർക്കറ്റിലാണ് ബയേഴ്സും സെല്ലേഴ്സും ഈ പറഞ്ഞ അസറ്റുകൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അസറ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിനെയാണ്. അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആ ഒരു എന്താണോ ട്രേഡ് ചെയ്യുന്നത് അതിന് എന്ത് വേണം? ഒരു മൂല്യം വേണം, വാല്യൂ. ആ വാല്യൂ കൂടുമ്പോഴായിരിക്കും നമ്മൾ അത് വാങ്ങുന്നതും, അല്ലെങ്കിൽ വാല്യൂ കുറയുമ്പോഴായിരിക്കും നമ്മൾ വിൽക്കുന്നത്. ആ ഒരു വാല്യൂ, മൂല്യമുള്ള സാധനത്തെയാണ് നമ്മൾ എന്ത് അസറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ട്രേഡിംഗിൽ ഒരുപാട് മാർക്കറ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്താണ് ഇന്ത്യൻ കമ്പനീസിന്റെ ഷെയർസ്, അതായത് ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികളാണ് ട്രേഡിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പോവാം. ഇപ്പൊ നിങ്ങൾക്ക് ഓരോ രാജ്യത്തിന്റെ കറൻസിക്ക് എന്തുണ്ട്? മൂല്യമുണ്ട് അല്ലെ? അപ്പൊ ആ കറൻസീസ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കറൻസി മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റിൽ പോവാം. അതേപോലെ ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ ഇങ്ങനത്തെ കമ്മോഡിറ്റീസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്മോഡിറ്റി മാർക്കറ്റിൽ പോവാം. അതേപോലെ തന്നെ ഇപ്പൊ ബിറ്റ് കോയിൻ, ക്രിപ്റ്റോ ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റ്. ഇങ്ങനെ പല പല അസറ്റുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അസറ്റ് ഏതാണോ അത് ബൈയും സെല്ലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാർക്കറ്റ് പ്ലേസിനെയാണ് നമ്മൾ എന്ത് ട്രേഡിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ്, ക്രിപ്റ്റോ മാർക്കറ്റ്, അതേപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റ്, ഇതൊക്കെ ട്രേഡിംഗ് മാർക്കറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ട്രേഡിംഗ് മാർക്കറ്റ് എന്നുള്ള കോൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം, ഈ പറയുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് ഇതെല്ലാം സെയിം ആണോ എന്നുള്ളത്. നമ്മൾ പഠിക്കുന്ന ട്രേഡിംഗ് തന്നെയാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. പക്ഷെ ഓരോ മാർക്കറ്റിനും ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് ഓരോ വ്യക്തികൾക്കും ഓരോ സ്വഭാവം എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ മാർക്കറ്റിനും ഓരോ സ്വഭാവമുണ്ട്. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ മാർക്കറ്റുകളെ കുറിച്ചുള്ള അതിന്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഗ്രേറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണ്. സോ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ട്രേഡിംഗ് പഠിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഭാഗമാവുക. Club 1% എന്നാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ബിൽഡ് ടുഗദർ.